ഹായ് നമസ്കാരം. അറിവിൻ്റെ പേടകം എന്ന ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ PYQയുടെ അടുത്ത സെക്ഷനാണ് ഇന്ന്. അപ്പോൾ ഇത് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ തരുന്ന ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, നമ്മളുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്കറിയാം, അറിവിൻ്റെ പേടകം എന്നാണ്. എയിം സ്റ്റഡീസ് സെൻ്ററിൻ്റെ ഒരു ചാനൽ തന്നെയാണ്. അപ്പോൾ എയിം സ്റ്റഡീസ് സെൻ്ററിൽ LGSൻ്റെ ക്രാഷ് ബാച്ച് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. 999 രൂപ. പരീക്ഷ വരെ പരിശീലനമാണ്. ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും മോക്ക് ടെസ്റ്റും മോഡൽ പരീക്ഷയും ഡെയിലി ടൈം ടേബിൾ ഉള്ള ക്ലാസ്സുകൾ, അതനുസരിച്ചുള്ള എക്സാമുകളും പേഴ്സണൽ മെൻറ്റർഷിപ്പും ഫോളോ അപ്പും എല്ലാം ഉൾപ്പെടുന്നുള്ള ഒരു ക്രാഷ് ബാച്ചാണ് വെറും 999 രൂപയ്ക്ക്. അപ്പോൾ ഈ 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും എന്തുണ്ട്, 50 മോഡൽ പരീക്ഷ, അതായത് 25 മോഡൽ പരീക്ഷ പ്ലസ് 25 PYQ പ്ലസ് 25 ലൈവ് സെക്ഷൻസും കൂടി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് 999 രൂപയുടെ കോഴ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത്, ഈ 249 രൂപയ്ക്ക് ഈ കാര്യം മൊത്തം നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് എയിംസിൻ്റെ ഒഫീഷ്യൽ നമ്പറായ 9446537080 എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നോക്കിയ മക്കളെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നമുക്കറിയാം ഏതാണ്, 1929 അല്ലേ, ലാഹോർ സമ്മേളനമാണ്. ഏതാണ്, 1929 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനമാണ് അല്ലേ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ആ സമയത്ത് നടത്തിയ 1930 ജനുവരി 26 എന്ത് സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. എന്താണ്, 29 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പതാക എന്ത് ചെയ്തു, ഉയർത്തി അല്ലെ. നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും എപ്പോഴാണ്, ഈ 1929 ലാഹോർ സമ്മേളനം തന്നെയായിരുന്നു. നെഹ്റു പ്രസിഡന്റായ ആദ്യത്തെ അല്ലെ, നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, INC പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ സമ്മേളനം കൂടിയായിരുന്നു ഏത്, ഈ 1929 അല്ലെ ലാഹോർ സമ്മേളനം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? 1929 ലാഹോർ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമാണ്. ഇതെന്നും എക്സാമിന് ചോദിക്കുന്ന ഒരു ഫാക്ട് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? ഏതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക, നിസ്സഹകരണ സമരം അല്ലെ. ഓപ്ഷൻ B ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരിക. 1920 കൽക്കത്തയിൽ ചേർന്ന INC പ്രത്യേക സമ്മേളനത്തിൽ അല്ലെ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചത്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച സമ്മേളനം ഏതാണ്, 1920 നാഗ്പൂർ സമ്മേളനമാണ്. ആരാണ്, ഏതാണ്, 1920 നാഗ്പൂർ സമ്മേളനമാണ് എന്നുകൂടി മനസ്സിലാക്കുക. അധ്യക്ഷത വെച്ചാൽ വിജയ രാഘവാചാര്യാണ് കേട്ടോ. ക്ലിയറാണോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും കൂടിയാണ്. പ്രധാന ലക്ഷ്യം അല്ലെ എന്താണ്, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ അംഗീകരിച്ച പ്രധാന ലക്ഷ്യം എന്താണ്, സ്വരാജ് നേടുക. എന്താണ് മക്കളെ, സ്വരാജ് നേടുക എന്നാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ്? നമുക്കറിയാം സുഭാഷ് ചന്ദ്രബോസ് ആണ് അല്ലെ. രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്നതിന് രൂപം നൽകിയത്. അങ്ങനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ആരാ വിശേഷിപ്പിച്ചത്, ഗാന്ധിജിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. 1939 അല്ലെ എന്താണ് ആദ്യ സമ്മേളനത്തിലായത്, 39 പ്രസിഡന്റ് ആയത് ഏതാണ്, 1938 എന്താണ്, ഹരിപുര സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് സുഭാഷ് ചന്ദ്രബോസ് INC പ്രസിഡന്റ് ആയത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ജയ് ഹിന്ദ്, ദില്ലി ചലോ എന്ന മുദ്രാവാക്യങ്ങളൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്, സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ത്രിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെന്റിനെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തിയാരാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ D ആണ് അല്ലെ.
എന്താണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ദെൻ ചുവടെ തന്നിരിക്കുന്നവയിൽ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഏതാണ് മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? ലോകമാന്യ എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകാണ് അല്ലെ. ലോകമാന്യ എന്താണ്? INC തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ്, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, കുഴപ്പങ്ങളുടെ പിതാവ്, അരാജകത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബാലഗംഗാധര തിലകാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്തവകാശം ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ സ്വത്തവകാശം എന്തായിരുന്നു? ഒരു മൗലിക അവകാശമായിരുന്നു. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? 300A ആണ്. സ്വത്തവകാശം എന്താണ്? ഒരു നിയമ അവകാശമായി മാറിക്കഴിഞ്ഞു. ഏഴാമത്തെ ചോദ്യം എന്താണ്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനങ്ങൾ നമുക്കറിയാം അല്ലെ. ഒരു സംസ്ഥാനത്തിന്റെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന എന്താണ്? ഹൈക്കോടതിയാണ്. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ഹൈക്കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതൊക്കെയാണ്? ഏതാണ് വരിക? 214 അല്ലെ. 214 മുതൽ 231 വരെയാണ്. ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസ്സാക്കപ്പെട്ട വർഷം 1861 ഹൈക്കോർട്ട് ആക്ട് പാസ്സാക്കപ്പെട്ട വർഷം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ദെൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? നമുക്കറിയാം അല്ലെ. എന്താണ്? ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഏതാണ് മക്കളെ ആൻസർ? BR അംബേദ്കർ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നു. ദെൻ എന്താണ്? ആധുനിക മനു അല്ലെ. ആധുനിക മനു എന്നറിയപ്പെടുന്ന എല്ലാം ആരാണ്? അംബേദ്കർ ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? നമുക്കിതൊക്കെ എക്സാമിന് ചോദിക്കും. 7 ആണ് എന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് എന്ത്? ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ക്ലിയർ ആണോ? ഇപ്പോഴത്തെ എക്സാമിന് ഈ കമ്മിറ്റിയിലെ അംഗങ്ങളടക്കം ചോദിക്കുന്നുണ്ട്. ഉൾപ്പെടാത്തത് ആര് എന്നത് കൂടി നമുക്കിനി വരും ദിവസങ്ങളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ദെൻ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിൽ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം നമുക്കറിയാം. ഓപ്ഷൻ സി ഇന്ത്യയാണ് അല്ലെ. ഇന്ത്യയാണ് ലോകത്തിൽ ലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങൾ. ഏതാണ്? ഇന്ത്യ അല്ലെ. ദക്ഷിണാഫ്രിക്ക, ഓസ്ട്രേലിയ, ബ്രസീലൊക്കെ എന്താണ് ആൻസർ ആയിട്ട് വരും. ദെൻ അലിഖിത ഭരണഘടന ഏതാണ്? ബ്രിട്ടൻ, ഇസ്രയേൽ, ന്യൂസിലാൻഡ് അല്ലെ. ദെൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ്? മൗലിക അവകാശങ്ങളാണ് എന്ത്? അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. ദെൻ അടുത്ത 11ാമത്തെ ചോദ്യം. കൈസർ ഇ ഹിന്ദ് പദവി ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയായ സംഭവം ഏതാണ്? ഏതാണ് അവിടെ ആൻസർ വരിക? 1919 അല്ലെ. ഏപ്രിൽ 13 നടന്ന ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയാണ് എന്ത് ആൻസർ ആയിട്ട് വരിക? ഏതാണ്? 1919 ഏപ്രിൽ 13 കേട്ടോ. അത് ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. എവിടെയാണ്? കാരണമായ നിയമമാണ് അല്ലെ. കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് നിയമമാണ്. അമൃത്സർ പഞ്ചാബിലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി ക്ഷേത്ര നിർമ്മാണമില്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാവണം എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി
ശ്രീനാരായണ ഗുരുവാണ്. എന്താണ്? ഓപ്ഷൻ സി അല്ലേ, ശ്രീനാരായണ ഗുരുവാണ്. ദെൻ എന്താണ് SNDPയുമായി ബന്ധപ്പെട്ടത് അല്ലേ, ശ്രീനാരായണ ഗുരുവാണ്. ഏത് വർഷമാണ്? 1903 മെയ് മാസം 15. എവിടെ വെച്ചായിരുന്നു? കൊല്ലമാണ്. SNDPയുടെ ആജീവന അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനാണ്. പിന്നെ SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന അല്ലെ വാവൂട്ട് യോഗമാണ്. അടുത്ത ചോദ്യം, ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് അല്ലെ, ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഓപ്ഷൻ സി അല്ലെ, എന്താണ്? അയ്യപ്പനാണ് ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥമായിട്ടുള്ള പേര് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ബാല്യകാലം അല്ലെ, കുഞ്ഞമ്പിള്ളയാണ്. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന ചട്ടമ്പിസ്വാമിയാണ്. 1853 ഓഗസ്റ്റ് 25 ജനിച്ചു. ഓഗസ്റ്റ് 25 എന്ത് പ്രത്യേകത? ജീവകാരുണ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. പിന്നെ ബാലഭട്ടാരകൻ സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന ചട്ടമ്പിസ്വാമിയാണ്. ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയായതാണ് പ്രാചീന മലയാളമാണ്. പ്രാചീന മലയാളം, നിജാനന്ദ വിലാസമൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? ചട്ടമ്പി സ്വാമിയാണ്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സബ് കളക്ടർ ആരാണ്? ഇതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക. തോമസ് ഹാർവേ ബാബർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ. 1793 മുതൽ എപ്പോഴായിരുന്നു? 1793 മുതൽ 1797 എന്ത്? ഒന്നാം കലാപമായത് നടന്നത്. ദെൻ 1800 മുതൽ 1805 എന്ത്? രണ്ടാം കലാപം. ഈ സമയം 1805 എന്ത്? പഴശ്ശിരാജ മരണപ്പെട്ടത്. നവംബർ 1805 നവംബർ മാസം 30-ാം തീയതിയാണ് പഴശ്ശിരാജ എന്ത്? മരണപ്പെട്ടത് അല്ലെ. മലബാറിലെ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളിൽ ഒന്നായിരുന്നു എന്ത്? പഴശ്ശി കലാപം. എന്തിനാണ്? കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കരണമാണ് ഇതിന് മെയിനായിട്ടുള്ള റീസൺ. പഴശ്ശി കലാപത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ചോദിക്കുകയാണെങ്കിൽ കേണൽ ആർത്തർ വെല്ലസിംഗാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അതൊക്കെ എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് പഴശ്ശി കലാപമായിട്ട് ബന്ധപ്പെട്ടത്. പഴശ്ശിരാജ, കൊട്ടിയോട്ട് രാജ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ആരാണ്? പഴശ്ശിരാജ തന്നെയാണ്. ദെൻ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഓപ്ഷൻ ബി അല്ലെ, ആലപ്പുഴയിൽ നടന്ന ഉന്നപ്ര വയലാർ സമരം എപ്പോഴാണ്? 1946 തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നു. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഈ പുന്നപ്ര വയലാർ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിവർത്തന പ്രക്ഷോഭം 1932 മലബാർ കലാപം 1921. അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങൽ കലാപം ഏത് വർഷമാണ് എന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക കേട്ടോ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഏതാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? മക്കൾ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല? ഓപ്ഷൻ സി തൃശ്ശൂരാണ് അല്ലെ. സാംസ്കാരിക നഗരങ്ങൾ, പൂരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന തൃശ്ശൂരാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ദെൻ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാര്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി VP മേനോനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന പുസ്തകം ആരുമായിട്ടാണ്? VP മേനോനുമാണ്. അതുപോലെ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതും VP മേനോനാണ് എന്നും കൂടി മനസ്സിലാക്കുക. ദെൻ എന്താണ്? ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അല്ലെ. ദ സ്റ്റോറി ഓഫ് ദ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്. ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആരുടെയാണ്? VP മേനോനാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ എ പോണ്ടിച്ചേരിയാണ്. ഏതാണ്? പോണ്ടിച്ചേരിയാണ് ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശം ഏതാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരാണ്? ഏതാണ്?
1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ചെയർമാനായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ആരാണ്? KM പണിക്കരാണ്. എന്താണ്? KM പണിക്കരാണ്. റൂർക്കേല ഇരുമ്പുരുപ്പുശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ A ജർമ്മനിയാണ് മക്കളെ. ഏതാണ്? ജർമ്മനിയാണ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേര് ഏതാണ്? ഏതാണ് ചൊവ്വ ദൗത്യത്തിന്റെ പേര്? ഓപ്ഷൻ C മംഗൾയാൻ ആണ്. ഏതാണ് മക്കളെ? ഏറ്റവും ചെലവ് കുറഞ്ഞ അല്ലെ? ഏതാണ്? മംഗൾയാനാണ് ആൻസർ ആയിട്ട് അവിടെ വരിക. 2024 G20 അല്ലെ, G20 ഉച്ചകോടി നടന്ന രാജ്യം ഏതാണ്? 2024 എക്സാമിന് ചോദിക്കും. ഏതാണ്? ഓപ്ഷൻ B ബ്രസീലാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഏതാണ് മക്കളെ? ഓപ്ഷൻ B അല്ലെ, പ്രഖ്യാനാണ്. ഏതാണ്? പ്രഖ്യാനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ. 2023 ഓഗസ്റ്റ് 23 അല്ലെ, ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു. ഈ ദിവസമാണ് എന്ത്? ബഹിരാകാശ ദിനമായിട്ട് അല്ലെ ആചരിക്കാൻ തീരുമാനിച്ചത്. ISROയുടെ 3ാമത്തെ ചന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച് 2023 ജൂലൈ 14. എപ്പോഴാണ് മക്കളെ? ജൂലൈ 14 വിക്ഷേപിച്ചത്. വാഹനം ഏതായിരുന്നു? LVM-3 M4 ആണ്. എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ചാണ് വിക്ഷേപിച്ചത്. ഹിമാലയൻ പർവ്വതനിരയിലെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഹിമാലയൻ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി എന്ന് അവിടെ പറയുന്നു. അതവിടെ ശരിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. തെറ്റല്ലേ? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്ന നദികൾ ഹിമാലയൻ നദികൾ എന്ന് അറിയപ്പെടുന്നു. അതും അവിടെ ശരിയാണ് അല്ലെ മക്കളെ. അപ്പൊ ഏതാണ് ആൻസർ? 1, 3 മാത്രമാണ് അവിടെ ശരിയായിട്ട് വരിക. എത്രയാണ് നേപ്പാൾ സ്ഥിതി ചെയ്യുന്നു? 8848.86 അല്ലെ. 8848.46 മീറ്റർ അല്ലേ? അല്ല സോറി കേട്ടോ, 86 മീറ്റർ ആണ് കേട്ടോ എവറസ്റ്റ് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൂടിയാണ് അല്ലേ. 26ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. എന്താണ്? 7 രാജ്യങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ശരിയാണ്. ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നു. അഫ്ഗാനിസ്ഥാനുമായി ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നു. എന്താണ്? ഓപ്ഷൻ D ആണ്. എല്ലാം അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവിടെ ഒന്നുമില്ല, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. 27ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ തീരദേശ പ്രദേശം സംബന്ധിച്ച് പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഏതാണ് അവിടെ തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിലും ഇടയിലാണ് എന്ന് പറയുന്നു. അതവിടെ ശരിയാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ ഉൾപ്പെട്ടതാണ് കോറമണ്ടൽ തീരസമതലം എന്ന് പറയുന്നു. അതവിടെ തെറ്റാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് കിഴക്കൻ തീരസമതലം എന്ന് പറയുന്നു. അതും അവിടെ ശരിയാണ്. അപ്പൊ ഏതാണ്? 2 മാത്രമാണ് അവിടെ തെറ്റായിട്ട് വരുന്നത് അല്ലെ. കൃഷ്ണ, കാവേരി നദികളുടെ തെക്കുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്നതാണ് കോറമണ്ടൽ തീര സമതലം എന്ന്. തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ തീരവും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പൊ എന്താണ്? കൃഷ്ണ, കാവേരി നദികളുടെ തെക്കുള്ള ഇന്ത്യൻ കിഴക്കൻ തീര സമതലമാണ് കോറമണ്ടൽ തീരം എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണെന്ന് പറയുന്നു. അതവിടെ എന്താണ്? ശരിയാണ്. ആന ഇന്ത്യയുടെ ദേശിക പൈതൃക ജീവിയാണ് പറയുന്നു. അതും അവിടെ ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയാണ് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. എന്താണ്? ദേശീയ ഗാനമാണ് ജനഗണമന. ദേശീയ ഗീതം ഏതാണ് മക്കളെ? വന്ദേ മാതരമാണ്. എന്താണ്? ദേശീയ
ദേശീയ ഗീതം വന്ദേ മാതരമാണ് അല്ലെ. ദേശീയ ഗാനത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? ആന്തമെറ്റോളജിയാണ്. ആരാണ് ദേശീയ ഗാനം എഴുതിയ? ടാഗോറാണ്. 1911 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ദേശീയ ഗാനം പാടിയത്. BN ദത്ത് അധ്യക്ഷനായിരുന്നു. ആലപിച്ചത് സരളാദേവി ചൗധരിയാണ്. ദേശീയ ഗീതമാണെങ്കിൽ വന്ദേ മാതരമാണ് അല്ലെ. ആരാണ് ആലപിച്ച? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ക്ലിയർ ആണോ? 29ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങളെ സംബന്ധിച്ച് പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അതവിടെ എന്താണ് മക്കളെ? ശരിയല്ലേ? ശരിയാണ്. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി പറയുന്നു. ശരിയാണ്. കൊൽക്കത്ത, ഹൗറ, ഹൂഗ്ലിയാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ക്ലിയർ ആണോ? 30ാമത്തെ ചോദ്യം, കേരളത്തെ സംബന്ധിച്ച് അടിസ്ഥാന വിവരങ്ങൾ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിലെ തെക്കുവടക്ക് നീളം അവിടെ 560 കിലോമീറ്റർ ആണ് എന്ന് പറയുന്നു. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം പറയുന്നത് അഗസ്ത്യാർകൂടമാണ് എന്ന് പറയുന്നു. തെറ്റാണ്. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട് എന്ന് പറയുന്നു. ശരിയാണ്. ഏതൊക്കെയാണ്? ഒന്നും ശരിയല്ലാത്തതാണ് അല്ലേ. അപ്പൊ രണ്ട് മാത്രമാണ് അവിടെ ശരിയല്ലാത്തത്. രണ്ട് മാത്രമാണ് ശരിയല്ലാത്തത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി അല്ലെ, ഭവാനി, പാമ്പാറ് എന്ന് പറയുന്നു. അത് ശരിയാണോ? അതെ അല്ലെ. കേരളത്തിൽ നദികളുടെ എണ്ണം എത്രയാണ്? 44 അല്ലെ. 44. കേരളത്തിലെ പെരിങ്ങൽകൂത്ത് ജലപതി പെരിയാറിൽ സ്ഥിതി ചെയ്യുന്നു പറയുന്നു. അതവിടെ തെറ്റാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയാണ് പറയുന്നു. 1ഉം 3ഉം മാത്രമാണ് ശരി അല്ലെ. ഏതൊക്കെയാണ്? കേരളത്തിൽ നദികളുടെ എണ്ണം 44 ആണെങ്കിൽ പടിഞ്ഞാറ് 41, കിഴക്ക് 3ഉമാണ് അല്ലെ. പെരിയാർ എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. പെരിയാറിന്റെ ഉത്ഭവം ശിവഗിരി മലകളാണ് അല്ലെ. ഒഴുകുന്ന ഇടുക്കിയും എറണാകുളത്ത് കൂടിയാണ്. എന്നാൽ ഭാരതപ്പുഴ എത്രയാണ്? 209 കിലോമീറ്റർ ആണ് അല്ലെ. ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്ന അല്ലെ, നിള എന്നറിയപ്പെടുന്നൊക്കെ എന്താണ്? ഭാരതപ്പുഴയാണ്. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം അതിലൂടെയാണ് എന്ത്? ഭാരതപ്പുഴ ഒഴുകുന്നത്. കബനി എത്രയാണ് ദൂരം? 56.6 അല്ലെ. ഏറ്റവും വലുതാണല്ലേ. കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് കബനിയാണെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണ്? പാമ്പാറാണ്. ചെറുത് 25 കിലോമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. അതിന് ഇതെല്ലാം ഈ കബനിയും ഭവാനിയും പാമ്പാറെല്ലാം കാവേരി നദിയിൽ തമിഴ്നാട്ടിലാണ് പതിക്കുന്നതെന്നും കൂടി മനസ്സിലാക്കുക. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നു അല്ലെ. പാമ്പാർ അല്ലെ. തലയാറ് എന്നറിയപ്പെടുന്ന തൂവാനം വെള്ളച്ചാട്ടം ഉത്ഭവം ബെന്മൂറിലാണ്. പതനം എല്ലാറ്റിനും എന്താണ്? കാവേരി നദിയിലാണ്. ക്ലിയർ ആണോ? 32ാമത്തെ ചോദ്യം, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ ഏതാണ്? കേരളത്തിലെ ശാസ്താംകോട്ടക്കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അതവിടെ ശരിയാണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടിക്കായൽ എന്ന് പറയുന്നു. അതവിടെ തെറ്റാണ്. കേരളത്തിലെ കായലുകളിൽ 2ാം സ്ഥാനമാണ് എന്ത്? വലിപ്പത്തിൽ അഷ്ടമുടി കായലിന്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് പൂക്കോട്ടുകായൽ വയനാട് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. അതവിടെ ശരിയാണ് അല്ലെ. കേരളത്തിലെ സീപ്ലെയിൻ സർവീസും പ്രസിഡന്റ് ട്രോഫി വെള്ളം കളിയൊക്കെ നടക്കുന്ന ഏത് കായലിലാണ്? ഈ അഷ്ടമുടി കായലാണ്. നീരാളിയുടെ ആകൃതിയിൽ അല്ലെ, പനയുടെ ആകൃതിയിലൊക്കെ കാണുന്ന ഏതാണ്? അഷ്ടമുടി കായലാണെങ്കിൽ ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിൽ കാണുന്ന പൂക്കോട്ടുകായലാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. കായലുകളുടെ രാജ്ഞി, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടത്
അതൊക്കെ ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. എപ്പോഴാണ് റംസാൻ കോട്ടയിൽ ഉൾപ്പെട്ടത്? 2002 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയറാണ്. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട്ട് കായലാണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ. പിന്നെ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. പെരുമൺ ദുരന്തം അല്ലേ നടന്ന കായൽ ഏതാണ്? അഷ്ടമുടി കായലാണ്. അതൊക്കെ എക്സാമിന് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. എപ്പോഴാണ് അഷ്ടമുടി കായൽ അല്ലെ അറബിക്കടലുമായിട്ട് പതിക്കുന്ന സ്ഥലം ഏതാണ്? നീണ്ടകരയാണ്. ആശ്രാമയം കായൽ എന്നറിയപ്പെടുന്ന അഷ്ടമുടി കായലാണ്. പെരുമൺ തീവണ്ടി ദുരന്തം എപ്പോഴാണ്? 1988 ജൂലൈ 18 എന്ത് ഈ ദുരന്തം നടന്നത് എന്നും കൂടി ചോദിച്ചു ഓർക്കുക. ഇതൊക്കെ എക്സാമിന് ജൂലൈ 8 കേട്ടോ. ജൂലൈ 8 ജൂലൈ 8 കേട്ടോ. 8 എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം എന്ന് പറയുന്നു. തെറ്റാണ് അല്ലെ. അതവിടെ ശരിയാണോ? തെറ്റാണ്. എന്താണ്? വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് എന്ന് പറയുന്നു. അവ ശരിയല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ ചുരമാണ് എന്ത്? പാലക്കാട് ചുരം എന്ന് പറയുന്നു. അപ്പൊ 2ഉം 3ഉം മാത്രമാണ് എന്ത് അവിടെ ശരിയായ പ്രസ്താവന. അടുത്ത ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചത് കണ്ടെത്തുക. നീണ്ടകര എവിടെയാണ്? നീണ്ടകര തിരുവനന്തപുരമാണോ? അല്ല. നീണ്ടകരം എവിടെയാണ്? കൊല്ലമാണ്. എവിടെയാണ്? കൊല്ലമാണ്. അഴീക്കൽ കണ്ണൂരാണ്. ശരിയാണ്. പൊന്നാനി മലപ്പുറമാണ്. കായംകുളം അവിടെ ഏതാണ്? കായംകുളം എറണാകുളമാണോ? അല്ല. എവിടെയാണ് കായംകുളം? ആലപ്പുഴയാണ് മക്കളെ. എവിടെയാണ്? ആലപ്പുഴയാണ് കായംകുളം എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. വിഴിഞ്ഞം എവിടെയാണ്? വിഴിഞ്ഞം തിരുവനന്തപുരത്താണ് വിഴിഞ്ഞം മത്സ്യം അല്ലേ. നീണ്ടകര പിന്നെ തങ്കശ്ശേരിയൊക്കെ കൊല്ലമാണ്. കായംകുളം ആലപ്പുഴയാണ്. മുനമ്പം ചെല്ലാനമൊക്കെ എവിടെയാണ്? ചെല്ലാനൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചെല്ലാനം എറണാകുളത്താണ്. മുനമ്പും ചെല്ലാനം എവിടെയാണ്? എറണാകുളത്താണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അത് നമ്മളുടെ 35ാമത്തെ ചോദ്യം. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപാദനത്തിന്റെ പ്രധാന സ്രോതസ് ജലമാണ് എന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് എന്ന് പറയുന്നു. ശരിയാണ് അല്ലെ. മുതിരമ്പുഴയിൽ 1940. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് എന്ന് പറയുന്നു. അതും അവിടെ ശരിയാണ്. ആൻസർ ഏതാ വരിക? അവിടെ എല്ലാം ശരിയാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല കൂടിയാണ് ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദിയാണെങ്കിൽ പെരിയാറാണ് അല്ലെ. ഉത്ഭവശേഷി 780 മെഗാവാട്ടാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹകരിച്ചത് ഏതാണ്? രാജ്യം ഏതാണ്? സഹകരിച്ച രാജ്യം ഏതാണ്? കാനഡയാണ് സഹായിച്ചത് അല്ലേ. ഇടുക്കി ജലവൈദ്യുത എപ്പോഴാണ്? 1975 ഒക്ടോബർ 4 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായവ യോജിച്ച് ജോഡികൾ കണ്ടെത്തുക. കരിമ്പുഴ മലപ്പുറമാണ്. ചിമ്മിനി പാലക്കാടാണ്. ചെന്തുരുണി കൊല്ലം. ചൂലന്നൂര് തൃശ്ശൂരാണ് എന്ന് പറയുന്നതിൽ ആൻസർ ഏതൊക്കെയാ വരിക? 1ഉം 3ഉം മാത്രമാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരിക അല്ലെ. ചിമ്മിനി എവിടെയാണ്? ചിമ്മിനി തൃശ്ശൂരാണ് മക്കൾ. എവിടെയാണ്? 1984 വന്നിട്ടോ. ചിമ്മിനി എവിടെയാണ്? തൃശ്ശൂരാണ്. ചൂലന്നൂര് എവിടെയാണ്? ചൂലന്നൂര് പാലക്കാടാണ്. 2007 വർഷം ഒരു എക്സാമിന് ചോദിച്ചതാണ്. ആറളം കണ്ണൂരാണ്. ആറളം എക്സാമിന് ഇല്ല, ജസ്റ്റ് പറഞ്ഞാണ്. ആറളം കണ്ണൂര് 1984. മംഗളവനം എവിടെയാണ്? മംഗളവനം എറണാകുളമാണ്. 2004 മംഗളവനം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മംഗളവനം
വർഷം ചോദിച്ചിട്ടുണ്ട് 2004 എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത ചോദ്യം 37ാമത്തെ ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച് പ്രസ്താവനകൾ തെറ്റായത് കണ്ടെത്തുക. വംശനാശിനി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നു. ശരിയാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്ത് നിശബ്ദ താഴ്വര എന്ന് പേര് വന്നു. 1984 നിലവിൽ വന്ന് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. തെറ്റാണ്. എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. 1984 ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതും 1985 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തതും കൂടിയാണ് എന്നും കൂടി മനസ്സിലാക്കുക. ദെൻ സൈലന്റ് വാലിക്ക് ആ പേര് നൽകാൻ വരാൻ കാരണം അവിടെ ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. സിംഹവാലൻ കുരങ്ങൾ വെടിപ്ലാവുകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് സിംഹവാലൻ കുരങ്ങളുടെ സാന്നിധ്യം അവിടെ കാണപ്പെടുന്ന സൈലന്റ് വാലിക്ക് ആ പേര് നൽകിയത് ആരാണ്? റോബർട്ട് റൈറ്റ് ആണ് അല്ലെ. നിശബ്ദവനം, കന്യാവനം എന്നൊക്കെ അറിയപ്പെടുന്ന ഇതാണ് സൈലന്റ് വാലിയാണ്. മണ്ണാർക്കാട് താലൂക്കിലാണ് എന്ത് സൈലന്റ് വാലിയും സ്ഥിതി ചെയ്യുന്നത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എക്സാമിന് എപ്പോഴും ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം ചോദിച്ചിട്ടുണ്ട് 2007. അങ്ങനെയാണെങ്കിൽ സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് എന്നും കൂടി ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ലോക പൈതൃകൽപ്പെട്ടയിൽ ഉൾപ്പെട്ടു. 2ാമത് ദേശീയോദ്യാനമാണ്. പിന്നെ എന്താണ് ഉത്ഭവിക്കുന്നത്? സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഏതാണ്? തൂതപ്പുഴയാണെങ്കിൽ അല്ലെ ഉത്ഭവം. അതിലൂടെ ഒഴുകുന്ന പുഴ ഏതാണ്? കുന്തി പുഴയാണ്. ഉത്ഭവം തൂതയാണെങ്കിൽ ഒഴുകുന്ന എന്താണ്? കുന്തി പുഴയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. നമ്മുടെ 38ാമത്തെ ചോദ്യം. അപ്പൊ 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ പറയുന്നുണ്ട് കേട്ടോ. ദെൻ കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. കേരളത്തിന്റെ കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗോധവർമ്മ രാജയാണ് എന്ന് പറയുന്നു. അതവിടെ ശരിയല്ലേ? ശരിയാണ് അല്ലെ. ദെൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് PT ഉഷ എന്ന് പറയുന്നു. ദെൻ അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരൻ ജിമ്മി ജോർജ് ആണ് എന്ന് പറയുന്നു. അതും അവിടെ ശരിയാണ് അല്ലെ. എന്താണ്? എല്ലാം ശരിയാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? തന്നെ അടുത്ത 39ാമത്തെ ചോദ്യം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി എന്ന് പറയുന്നു. അതവിടെ ശരിയാണോ? അവിടെ തെറ്റാണ്. എപ്പോഴാണ്? 1993 അല്ലെ. 1993 ഏപ്രിൽ 24 കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും നിലവിലുണ്ട് എന്ന് പറയുന്നു. അതവിടെ ശരിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ആണ് എന്ന് പറയുന്നു. അതും ശരിയാണ്. ഒന്ന് മാത്രമാണ് അവിടെ എന്ത് തെറ്റായിട്ടുള്ള ആൻസർ. പഞ്ചായത്ത് രാജ് ഭരണഘടന സാധുത നൽകിയ ഭേദഗതി 73ാം ഭേദഗതിയാണ് അല്ലെ. 1992 73ാം ഭേദഗതിയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം ഏതൊക്കെയാണ്? ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്താണ്. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രിയാണ് ആര്? നരസിംഹ റാവു എന്നും കൂടി മനസ്സിലാക്കുക. 40ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. കേരള സ്പീക്കർ AN ഷംഷീറാണ് എന്ന് പറയുന്നു. അതവിടെ എന്താണ്? ശരിയാണ് അല്ലെ. ശരിയാണ്. ദെൻ എന്താണ്? കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്ന് പറയുന്നു. അതവിടെ തെറ്റാണ്. കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് എന്ന് പറയുന്നു. ശരിയാണ്. 2 മാത്രമാണ് അവിടെ തെറ്റായിട്ടില്ലേ വരുന്നത് അല്ലെ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് 2024 സെപ്റ്റംബർ 26 ആര് വരും? നിതിൻ മധുക്കർ ജാംതർ ആണ് വരുന്നത് അല്ലേ, വന്നത് അല്ലേ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? 40 ക്വസ്റ്റ്യനാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഫാക്ട്സ് പഠിച്ചു കഴിഞ്ഞു. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ എല്ലാം കൂടെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. അറിയുന്ന ഫാക്ട്സുകളൊക്കെ മക്കൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. അറിയാത്തൊക്കെ എന്ത് ചെയ്യുക? ഒരു ലെക്ചർ നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എഴുതി വെക്കുക. 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ സൈലന്റ് വാലി അല്ലെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച ഒരു ചോദ്യം ഉണ്ട്, അത് ഏത് വർഷമാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ്റെ എനിക്ക് എന്താ ക്വസ്റ്റ്യൻ ഓർമ്മ വരുന്നില്ല, അത് വിട്ടിട്ടുണ്ട്. അത് 2 കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു ക്ലാസ്
ക്ലാസ്സുമായിട്ട് കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഉപകാരപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.